ഇതൊരു കോർപ്പറേഷൻ ലെവലിൽ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഒരു ട്രിവാൻഡ്രം സിറ്റിക്ക് ഒരു പോസിറ്റീവായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു നാടുണ്ടെന്നുള്ള കാര്യം തന്നെ നമ്മുടെ സർക്കാർ മറന്ന മട്ടാണ്. പൊന്നുമാടെ ഇവിടെ ബസ് തടയാനും ആളെ മെനക്കെടുത്താനും തന്നെ നേരം തികയുന്നില്ല. അപ്പോഴാണോ ട്രിവാൻഡ്രം സിറ്റിയുടെ വികസനം? ഈ വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? അല്ല എന്താ? ഇതൊക്കെ തന്നെ. ഞാനും വികസിക്കണം, എനിക്ക് ചുറ്റുമുള്ളവരും വികസിക്കണം. ബസ്സും ട്രെയിനുമായി ഇനി ഫ്ലൈറ്റ് ആണ് കുഞ്ഞാവയുടെ അടുത്ത ലക്ഷ്യം. എന്നെപ്പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. പിന്നെ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ള അത്യാഗ്രഹം ഉണ്ടെങ്കിൽ അത് സ്വന്തം കുടുംബത്തിനും പാർട്ടിക്കും മാത്രം, അല്ലാതെ നാട്ടുകാർക്ക് നയാകാശിന്റെ പ്രയോജനമില്ല. ഭരണം കയ്യിലുള്ളപ്പോ പാർട്ടിയുടെയും പാർട്ടിക്കാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത്. തലക്കോളമാണെങ്കിൽ ഈവനത്ത് വീട്ടിലിരിക്കാൻ പറഞ്ഞ അതും കേൾക്കുകയാണ്. റെയിൽവേ പറയുന്നത് റെയിൽവേയുടെ മാലിന്യങ്ങൾ അവർക്ക് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നവർ പറയുന്നു. അത് തെളിവ് സഹിതം കാണിക്കാൻ റെയിൽവേ തയ്യാറാണോ? ഓഹോ, അപ്പൊ എല്ലാവരും ചേർന്ന് എന്നെ ഭരിക്കാൻ നോക്കല്ലേ? അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നാ മതി. ഒരാളുടെ ജീവൻ മുങ്ങിത്താഴാൻ പാകത്തിന് തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം കുന്നുകൂടിയിട്ടും ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ആ പാവ മനുഷ്യൻ എന്ത് സംഭവിച്ചെന്ന് പോലും അറിയാതിരിക്കുന്ന സമയത്തുമായിരുന്നു നഗരത്തിന്റെ മാതാവിന്റെ വെല്ലുവിളി. കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ദാരിദ്ര്യവാസികളെ നീ ഉപദേശിക്കരുത്. അതും റെയിൽവേ. ആമേഴഞ്ചാം തോട് റെയിൽവേയുടെ സേവന പരിധി വരുന്നതാണെന്ന് അവർ അറിഞ്ഞില്ല അമ്മച്ചി. എന്റെ മുമ്പിൽ പൊട്ടങ്കളി കളിക്കരുത്. റെയിൽ നീർ എന്ന് പറയുന്ന റെയിൽവേയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുപ്പിവെള്ളത്തിന്റെ കുപ്പിയടക്കം, ആ മിനറൽ വാട്ടറിന്റെ കുപ്പിയടക്കമാണ് നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിൽ നിന്ന് അത് എടുത്തു മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഇത്തിരി പൊക്കമുണ്ടെന്ന് വെച്ചേ ബുദ്ധി ഉണ്ടാവണമെന്നില്ല. ഓ, റെയിൽ നീരിന്റെ കുപ്പി കൊണ്ടാ കേട്ടോ ആ തോട് നിറഞ്ഞത്. സ്വന്തം ജോലി വെടിപ്പായിട്ട് ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് സിറ്റി മാലിന്യ കൂമ്പാരമായി. ആരെയാടോ കണി കണ്ടത്? ഒരു സാധുവിന്റെ ജീവനും പോയി. മണ്ണ് വാരി തിന്നുന്നവർ ഉണ്ണാക്കന്മാരൊന്നും അല്ല കേട്ടോ ഇവിടെ ജീവിക്കുന്നത്. നിങ്ങളുടെ നാണം കെട്ട ഈ കള്ളം പറച്ചിലിന് തലയാട്ടി തരാൻ. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? നിങ്ങൾ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഉണ്ടാകാൻ എന്തെങ്കിലും ദുരന്തം ഇവിടെ ബാക്കിയുണ്ടോ? അതിപ്പോ ഇതുപോലൊരു നാറിയ ഭരണം. റെയിൽവേ കുറ്റം പറയുന്നത് കേട്ടാ തോന്നും അത് ഇന്നലെ അവിടെ പണിത് പൊക്കിയതാണെന്ന്. മറ്റുള്ളവരെ കുറ്റം പറയല്ല, കസേര നിറഞ്ഞാ വേണ്ടത്. പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യമേ ഫീക്കൽ വേസ്റ്റ് അടക്കം, അതായത് ഒരു STP സംവിധാനം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫീക്കൽ വേസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഈ തോട്ടിലേക്ക് ഇത് വാഷ് ചെയ്തതിനു ശേഷം, നമ്മുടെ ട്രെയിൻ കഴിയതിനു ശേഷം അതിലേക്ക് ഒഴുക്കി വിടുന്നു എന്നാണ് ഇപ്പൊ നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. കുറച്ച് അധികമായിട്ട് എന്താണ് പറയും, അത്രേ ഉള്ളൂ. നഗര ശുചീകരണം എന്നൊക്കെ പറയുന്നതേ നഗരസഭയുടെ പ്രാഥമിക ഉത്തരവാദിത്തങ്ങളിൽ പെടുന്ന കാര്യമാണ്. ആ തോടിനെ ഓടയാക്കിയതും പോരാ, സ്വയം വെളുപ്പിക്കുകയും ചെയ്തു. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഇതിനു മുൻപ് തന്നെ നമുക്ക് ഇവിടെ കയറി വന്ന് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവര് തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. ആണോ? ആഹാ, കാര്യങ്ങൾ വിപ്ലവത്തിലേക്ക് നീങ്ങുകയാണല്ലോ. റെയിൽവേയുടെ ഏകാധിപത്യം അവസാനിപ്പിക്കുക എന്ന് പ്ലക്കാർഡ് എഴുതി പാഞ്ഞു വരുന്ന എക്സ്പ്രസ് ട്രെയിനിന്റെ മുന്നിലോട്ട് എടുത്തു ചാടി പ്രതിഷേധിക്കും. ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല, നമുക്ക് പോയിട്ട് ലേശം കഴിഞ്ഞിട്ട് വരാം. അതെന്താ? അതൊക്കെ പറയാന്ന്